സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് നിന്ന് മലബാർ ഭാഗത്തേക്ക് ഏറ്റവും കുറഞ്ഞ സമയമെടുത്തുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു വണ്ടിയെ പരിചയപ്പെട്ടാൽ അത് മറ്റേത് വണ്ടിയല്ല, ജനശതാബ്ദി എക്സ്പ്രസ് തന്നെയാണ്. ഈ വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ശതാബ്ദി എക്സ്പ്രസിനെ കുറിച്ച് ആദ്യം പറയേണ്ടതുണ്ട്. ജനശതാബ്ദി എക്സ്പ്രസ് എന്ന വിഭാഗത്തിൽ തന്നെ ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള ഒരു വണ്ടിയാണ്. ജനശതാബ്ദി എക്സ്പ്രസിന്റെ ചരിത്രപരമായ പശ്ചാത്തലം പറയാൻ തുടങ്ങുമ്പോൾ വേഗതയേറിയതും എയർ കണ്ടീഷൻ ചെയ്തതുമായ അനുഭവം താങ്ങാനാകുന്ന വിലയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടക്കം കുറിച്ച ഒരു സീരീസ് ട്രെയിനുകളാണ് ശതാബ്ദി ട്രെയിനുകൾ. എന്നാൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നുള്ളത് വല്ലാതെ പ്രയാസമുള്ളതാകുമ്പോൾ അഥവാ ചിലവേറിയതായപ്പോൾ 2002 റെയിൽവേ മന്ത്രിയായിരുന്ന നിതീഷ് കുമാറാണ് സാധാരണക്കാർക്ക് കൂടി ലക്ഷ്യമിട്ടിട്ട് ഒരു ജനശതാബ്ദി എക്സ്പ്രസ് എന്ന ആശയം അവതരിപ്പിച്ചത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ശതാബ്ദി എക്സ്പ്രസുകളിൽ എയർ കണ്ടീഷൻ ചെയ്ത അഥവാ AC ചേർക്കാറായതിനാൽ അതിൽ നിരക്ക് അധികമാണ് അഥവാ ഫെയർ അധികമാണ്. എന്നാൽ നോൺ AC ചെയർക്കാർ കോച്ചുകൾ കൂടുതലായി ഉൾപ്പെടുത്തി കുറഞ്ഞ നിരക്കിൽ വേഗത കൂട്ടിയ യാത്ര സാധ്യമാക്കുക എന്ന ഉത്തരവാദിത്തമായിരുന്നു ജനശതാബ്ദി എക്സ്പ്രസിന്റെ ദൗത്യം. ഇതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഥവാ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു വണ്ടിയാണ് തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ്. കേരളത്തിൽ തന്നെ ഈ ട്രെയിൻ ജനപ്രിയമായ സർവീസാണ് ആരംഭിച്ചത്. പ്രധാനമായും യാത്രാക്ലേശം ലഘൂകരിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. അഥവാ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് എത്താൻ വളരെയധികം സമയം പിടിക്കാറുണ്ട്. ഏകദേശം ഒരു ദിവസം തന്നെ അതിന് പോകാറുണ്ട്. ഇതിനെ മറികടക്കാൻ വേണ്ടി 2009 ജനുവരി 25 ഈ വണ്ടി തുടക്കം കുറിക്കുന്നത്. ഈ വണ്ടി ആദ്യമായിട്ട് ഓടിയത് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് മാത്രമായിരുന്നു. എന്നാൽ ആ വർഷം തന്നെ ഒക്ടോബർ 1 കോഴിക്കോടേക്ക് അത് നീട്ടുകയായിരുന്നു. ഈ വണ്ടിക്ക് എല്ലാ ദിവസവും ഓടുന്ന വേഗതയുടെ കാര്യത്തിൽ റെക്കോർഡ് നേടിയ ഒരു വണ്ടിയാണ്. ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നൽകേണ്ട ഫെയറിനെ കുറിച്ച് ഒന്ന് പറയാം. സെക്കൻഡ് സിറ്റിംഗ് അഥവാ AC അല്ലാത്ത ചെയർക്കാറിന് നമ്മൾ കൊടുക്കേണ്ടത് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് 190 രൂപയാണ്. ഇനി AC ഉള്ള ചെയർക്കാറിന് നാം കൊടുക്കേണ്ട റേറ്റ് 630 രൂപയാണ്. ഇതിന്റെ കോച്ചിങ് കോമ്പൻസേഷൻ നോക്കുകയാണെങ്കിൽ ചെയർക്കാർ അഥവാ നോൺ AC ചെയർക്കാർ 17 എണ്ണവും AC ചെയർക്കാർ 3 എണ്ണവും വികലാംഗർക്ക് യാത്ര ചെയ്യാനുള്ള കമ്പാർട്ട്മെന്റ് അത് 2 എണ്ണവുമാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് ട്രാവൽ ടൈം നോക്കുകയാണെങ്കിൽ 7 മണിക്കൂറും 40 മിനിറ്റും എടുത്തുകൊണ്ടാണ് ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് എത്തിച്ചേരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് വരുമ്പോൾ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റോപ്പുകളും അവിടെ എത്തിച്ചേരുന്ന സമയം നമുക്ക് നോക്കിയാലോ. എല്ലാ ദിവസവും രാവിലെ 5:55 തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെട്ടാൽ 6:32 വർക്കല ശിവഗിരി എത്തിച്ചേരുന്നു. 6:55 കൊല്ലവും 7:30 കായംകുളവും 8:13 ആലപ്പുഴയും 8:33 ചേർത്തലയും 9:12 എറണാകുളം ജംഗ്ഷനിലും 9:39 ആലുവയിലും 10:33 തൃശ്ശൂരും 11:25 ഷൊർണൂരും 12:05 തിരൂരും 1 മണിയോടുകൂടെ ഈ വണ്ടി കോഴിക്കോടേക്ക് എത്തിച്ചേരുകയാണ്. ഇനി കോഴിക്കോട് നിന്ന് വണ്ടി പുറപ്പെടുന്നത് എല്ലാ ദിവസവും ഉച്ചക്ക് 1:45 അഥവാ 1 മണിക്ക് അവിടെ എത്തി അതിന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് 1:45 കോഴിക്കോട് പുറപ്പെടുന്ന വണ്ടി 2:19 ആകുമ്പോഴേക്കും തിരൂരും
2:57 ആകുമ്പോഴേക്കും ഷൊർണൂരും, 3:38 ആകുമ്പോഴേക്കും തൃശ്ശൂരും, 4:39 ആകുമ്പോഴേക്കും ആലുവയിലും, 5:20 ആകുമ്പോഴേക്കും എറണാകുളം ജംഗ്ഷനിലും, 5:57 ആകുമ്പോഴത്തേക്ക് ചേർത്തലയും, 6:33 ആലപ്പുഴയിലും, 7:13 കായംകുളത്തും, 7:50 കൊല്ലത്തും, 8:13 വർക്കല ശിവഗിരിയും, 9:25 ഈ വണ്ടി തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയതോടുകൂടി ആ ദിവസം യാത്ര അവസാനിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ വണ്ടിയുടെ യാത്ര രൂപം വരുന്നത്. ഈ വണ്ടിയിൽ യാത്ര ചെയ്തവർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനലിന്റെ ആദ്യത്തെ 2 വീഡിയോ ഈ വണ്ടിയെ കുറിച്ചാണ്. അതിന്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ അടിയിൽ വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.